ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയേക്കുന്നത് KSRലാണ്. പിന്നെ നമുക്ക് പൂനെക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളിനി യശ്വന്ത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകണം. അപ്പോഴാണ് നമ്മൾ പൂനെക്ക് ട്രെയിൻ. ഇതാ നമ്മൾ വന്ന ട്രെയിന് കണ്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് യശ്വന്ത്പൂറിലേക്ക് പോകണം. 2:45 അവിടെ നിന്ന് നമ്മുടെ ട്രെയിന്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പൂനെ എത്തിയിട്ടോ. നമ്മളിത് ഈ ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതുണ്ടോ, സാഗർ വെജ്. അതാണ് പൂനെ റെയിൽവേ സ്റ്റേഷൻ. ഇതാ അവിടെ നമ്മൾ ഇറങ്ങി. നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഉണ്ട് റോഡിൽ ഒരു കാളവണ്ടി. കാളവണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ. അയ്യോ, പാവം കാള. അതിൻ്റെ മേത്ത് മുഴുവൻ ഈച്ചയാ. ഹലോ. അപ്പോൾ ഉച്ചയായിട്ടോ. നമ്മൾ പൂനെയിൽ വന്നു. പൂനെയിൽ നമ്മൾ ടാക്സിക്ക് നാസർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇവൻറ്റിൻ്റെ സ്റ്റേ ഒക്കെ. നമ്മൾ ടീക്കുഡ് റിസോർട്ട് എന്ന് പറയും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഓരോ റൂമിനും പേരൊക്കെ ഉണ്ട് കേട്ടോ. രാജ്ഗഡ്, ഇത് ഇവിടെ താമസിക്കുന്നവരുടെ ലിസ്റ്റാണ്. ഞാൻ റായ്ഗഡ് ലേഡീസിലാണ് ഞാനുള്ളത്. ഇതിലെൻ്റെ പേരുണ്ട്, അനിത. ഇതാണ് നമ്മുടെ റൂം.
ലൈറ്റ് പോയിട്ടോ, സോറി. ഇത്രയും നമ്മൾ ഷെയറിംഗ് ആണ്, ഇത്രയും ബെഡ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതേപോലെ അപ്പുറത്ത് ജെൻസിന്റെ റൂമുണ്ട്. പിന്നെതാ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതാണ് റിസോർട്ട്. ഇവിടെ 3 ടൈപ്പ് സ്റ്റേ ആട്ടോ ഉള്ളത്. റൂമുണ്ട്, പിന്നെ ടെന്റ് ഉണ്ട് കണ്ടോ. പിന്നെ താഴെ ബാംബൂ സ്റ്റേ ഉണ്ട്. ടീക്കുഡ് റിസോർട്ടാണ് കേട്ടോ, ടീക്കുഡ് നാസർപൂർ. ഇവിടെ എന്തോ ഇവിടെ ടെന്റ്. എൻ്റെ മോമെന്ന് ഇവിടെ ടെന്റും കാര്യങ്ങളൊക്കെ. ബാംബൂ സ്റ്റേ വേറെ സ്ഥലത്താട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങ് താഴേക്ക് പോകണം. ഇത് ഒരാൾക്കുള്ള ടെന്റാന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു സംഭവം. ടീക്കുഡ്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതവിടെ ഗണപതി. ഇതാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും. ഫുഡ് അതിൻ്റെ ഉള്ളിലാണ്. ഇനി അങ്ങോട്ട് വേറെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. കഴിച്ചതിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നാളത്തെ റേസിന്റെ സ്റ്റാർട്ട് ഫിനിഷൊക്കെ സംഭവങ്ങൾ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. ഗ്രേറ്റ് മാവ്ല ഹട്ടി അൾട്ര. ഈ റേസിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കണേ. ഞാൻ 25 കിലോമീറ്ററാണ് ഓടണേ. മോനാണെങ്കിൽ 100 കിലോമീറ്റർ ആട്ടോ കഴിയുന്ന. ഇത് മാവ്ല എന്ന് പറയണ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ആട്ടോ. ഇവരുടെ ബന്ധപ്പെട്ട എന്താണ് ഈ റേസിന് മാവ്ല കട്ടി എന്ന് വെച്ചാണ്. കണ്ടോ, ഇത് നമ്മൾ റിസോർട്ടിലേക്ക് വന്ന വഴിയാട്ടോ. നമ്മൾ ഇതിലെയാണ് കയറി വന്നത്. അത് ഇപ്പം നമ്മൾ വന്ന സ്ഥലം റിസപ്ഷൻ റൂമൊക്കെ ഉള്ള. അപ്പോൾ ഇത് ഇവിടെ കണ്ട ഫുള്ള് ജംഗിൾ പോലെ, ഫോറസ്റ്റ്, ഫുള്ള് മരങ്ങളാണ് 2 സൈഡും ഒക്കെ. നമ്മളിങ്ങോട്ട് വന്ന വഴി നല്ല ചെളിയായിരുന്നു കേട്ടോ, ഓഫ് റോഡൊക്കെ പോലെ. ഇങ്ങോട്ട് കയറി വന്ന ഇപ്പത്തെ എന്തോ കൃഷിയൊക്കെ ഉണ്ട്, എന്താ പറഞ്ഞു അവിടെ ഉഴുതൊക്കെ ഇട്ടാണ്. ഇവിടെ ഇതിലെ പോയ വാഷ്റൂം, പിന്നെ താഴെ കുളിക്കണ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കുളിക്കാൻ വെച്ചേണണ്ട. അവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിങ്ങനെ കുളിക്കാം. ഡോറൊന്നുമില്ല. മഴ. ഇവിടെ എല്ലാം ചെടികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു സ്ഥലം കേട്ടോ. ഇതാണ് ബാംബു ഹൗസ്. കണ്ട, മോനൊക്കെ ഇതിലാണ് സ്റ്റേ എടുത്തിരുന്നത്. പിന്നെ മാറ്റി കണ്ടപ്പോഴേക്കും റൂമിലേക്ക്. വലിയ സുഖമില്ല എന്ന് പറഞ്ഞു. ലോക്ക് ചെയ്തേക്കോണം. ലോക്ക് ചെയ്തേക്കോ. വേണ്ട, ഇവിടെയൊക്കെ തന്നെയല്ലേ അകത്ത്. പാർക്കിംഗ്, റെയിൻ ഡാൻസ് ഏരിയ,
ബാംബു ഹൗസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇത്രയും സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഒരു മിനിറ്റ്, ഇതാ എൻട്രൻസ്. നമ്മൾ ഇതിലെ കാറിൽ വന്ന നിറച്ച് ചെടികളാണ്. റോഡ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഗേറ്റ്. ടീക്കുഡ് ഫോറസ്റ്റ് റിസോർട്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. थोड़ा नीचे प्लांट्स देखिए आप, क्या क्या प्लांट्स है. देयर मॉन्स्टेरा इज वेरी ब्यूटीफुल. Which one? अंदर है ना ब्रोकन हार्ट वाला, बिग मनी प्लांट काइंड ऑफ थिंग. दैट इज वेरी प्रिटी. ओके, हाँ मैं अभी आती हूँ. ഇതാട്ടോ നമ്മുടെ റിസോർട്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ഇവിടെ ഒരു ട്രീ ഹൗസ് പോലെ മുകളിലേക്കൊരു ഇതുണ്ട്. ട്രീ ഹൗസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇത്. ഞാൻ അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയതാ. ഇതാണ് റിസോർട്ട്. താഴെ ഉണ്ടോ, ഞാനീ കൂടെ കയറി വന്ന. ഞങ്ങൾ നാളത്തെ നമ്മുടെ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് നടന്നു നോക്കുക കേട്ടോ. ഇതേ അവിടെ കണ്ടോ, അതാണ് സ്റ്റാർട്ട് പോയിന്റ്. ഇതേ അവിടെ ആൾക്കാരൊക്കെ ചെയ്യണം, അതാണ് സ്റ്റാർട്ട് പോയിന്റ്. അവിടെ നമ്മൾ കയറി ഇങ്ങനെ വരുന്നത്. ഇതിലെയാണ് റേസ് സ്റ്റാർട്ട് ചെയ്യണം. ഇതാ അവരുടെ കൊടി, ദി ഗ്രേറ്റ് മാവ്ലാഘട്ടി അൾട്ര. ഇതാണ് റൂട്ട് നമ്മുടെ റൈസിൻ്റെ. കുറേയൊക്കെ റിഡ്ജസ് ആണ്, എന്താ അറിയില്ല. സ്ഥലമൊക്കെ രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി. ഓ ഫുൾ ഗ്രീൻ. ഹലോ, ഗുഡ് മോർണിംഗ്. വെളുപ്പിനെ 3:30 മണിയായിട്ടോ. ഇവിടെ എല്ലാവരും എണീറ്റ്. ഞങ്ങൾ 3 മണിക്ക് എണീറ്റാട്ടോ. എല്ലാവരും റൈസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും റണ്ണേഴ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. റെസ്റ്റോറൻറ്റിൽ കുറച്ച് പേര് ഫുഡൊക്കെ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. ഹായ്, മോർണിംഗ്, ഓൾ ദ ബെസ്റ്റ്. മോനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നാളെ കേട്ടോ റൈസ്. അപ്പം ഞാനിപ്പോൾ അവർ റേസ് ഫ്ലാഗ് ഓഫ് വീഡിയോ എടുക്കാൻ വേണ്ടി എണീറ്റിട്ട് നിൽക്കും. ഇന്ന് 100 മൈൽ എന്തായി? ഗുഡ് മോർണിംഗ്. എല്ലാം സെറ്റായോ? സെറ്റാണ്. അപ്പോൾ ഫ്ലാഗ് ഓഫ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടുത്തെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് മാൻഡേറ്ററി ഹെഡ് ലാമ്പ് ഉണ്ടോ, ഷൂസ് നല്ലതുണ്ടോ,
ഇതെല്ലാം ചെക്ക് ചെയ്തു, എല്ലാവരുടെയും ബാഗൊക്കെ ചെക്ക് ചെയ്തു. കഴിക്കാൻ കുടിക്കാനുള്ള വെള്ളം ഉണ്ടോ, കഴിക്കാൻ ന്യൂട്രീഷൻ ഉണ്ടെല്ലാം ബാഗ് ചെക്ക് ചെയ്ത് എല്ലാവരും അവിടെ സ്റ്റാർട്ട് പോയിന്റ്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഹൺഡ്രഡ് കിലോമീറ്റർ, 100 മൈൽ ആൻഡ് 75. ഈ 3 കാറ്റഗറിയുടെ റേസാണ് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യണം. 4 മണിയായി, 4 മണിയാകുന്നു. 2-3 മിനിറ്റ് കൂടെ ഉണ്ട്. ഇവരുടെ എന്തോ വാദ്യം പരിപാടികളൊക്കെ ഉണ്ടാവോ, ചെണ്ട. डालू क्या रहने क्या सर, वही रहने देते बस पीछे आ जाओ, मोबाइल थोड़ा पीछे आ जाओ प्लीज. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്ത്
എല്ലാരും പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് റെസ്റ്റ് ഡേ ആട്ടോ. നാളെയാണ് എൻ്റെ റേസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചുമ്മാ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. നമ്മുടെ റണ്ണിങ് റൂട്ടാട്ടോ. ഇതിലെയാണ് നമ്മൾ കയറി തന്നെ. ദേ ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഉണ്ടാ ഇതാ അവർ മുകളിലേക്ക് പോയി. ഞാൻ അവിടെ വരെ എത്തിയിട്ടുള്ളു. ഇത് നമ്മുടെ റണ്ണിങ് റൂട്ടായ താഴെ നിന്ന് കയറി തന്നെ. നാളെ 5 മണിക്ക് എൻ്റെ റേസ് സ്റ്റാർട്ട് ചെയ്യണം. മോനൊക്കെ പോയിട്ടുണ്ട് ഇന്ന്. എന്താവെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ കയറി ഒരു കയറ്റം കഴിഞ്ഞ് നിരപ്പുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നാളെ ഓടേണ്ട റൂട്ടാണിത്. ആ താഴെയൊക്കെ കുറച്ച് സ്ലിപ്പറിയാ ഭയങ്കര. മഴ പെയ്താറിനെ ഞാനിപ്പോൾ ഷൂ ഇട്ടിട്ടില്ല, ചെരുപ്പായിട്ടാണ്. പക്ഷെ എൻ്റെ ചെരുപ്പ് നല്ലപോലെ തെന്നുന്നുണ്ട്. എൻ്റെ ഒരു മരത്തിലൊക്കെ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. രാത്രി വന്നവർക്കേ 100 മൈലും 100 കിലോമീറ്റർ ഒക്കെ ചെയ്യണ രാത്രിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് आना जाना और मतलब उसको पैर नीचे रखने नहीं हो रहा है तो फिर वो आएगा इतने कच्चे रोड पे फिर वापस ये वॉलंटियर होगा. वॉलंटियर का कुछ टी शर्ट वगैरह कुछ तो होना चाहिए ना. पता नहीं. आप वॉलंटियर हो? नहीं फिर भागने आए हो? नहीं रेस क्या आ रही है. मेरा 50 किमी है. कल 50 है आपका? कल है आपका. ऐसा ही आया. कितनी दूर जाके आए? अभी 2 किलोमीटर. 2 किलोमीटर. हाँ इधर प्लेन ही है. इधर प्लेन है. आगे है थोड़ा टप. आगे प्लेन है इसलिए जाके आगे से देख के आए. मेरा ना वो नेट ऑन नहीं था. वो क्या बोलते हैं मोबाइल जैसा ऑन റേസ് നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ. ഉണ്ടോ മുകളിലേക്ക്. അപ്പം ഞങ്ങൾ ഇവിടം വരെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇവിടെ നോക്കിയാൽ ഫുള്ള് വ്യൂ ആണല്ലോ. ഇത് പൂനെ പട്ടണമാണെന്ന് തോന്നുന്നു.